ചേട്ടൊന്നും കാട്ടില്ലേ ഇതോടെ ലൈൻ പോസ്റ്റിന്റെ മുകളിലേക്ക് മറിഞ്ഞ മരം വെട്ടി മാറ്റാട്ടോ. അപ്പം ഇന്ന് രാവിലെ വീശടിച്ച കാറ്റില്ലേ നിരവധി മരങ്ങളാണ് വെട്ടിത്തോടെ ഈ ഒരു ഏരിയയിൽ മറിഞ്ഞു വീണത്. അപ്പോൾ മരങ്ങൾ വെട്ടി മാറ്റാണ് ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വീശടിച്ച കാറ്റിലെ വീണ മരങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സന്ദർശിക്കുകയാണ് സ്ഥലം. നിരവധി മരങ്ങളാട്ടാ കടപുഴകി വീണിട്ടുള്ളത്. അപ്പോൾ ട്രോമ പ്രവർത്തകരുടെ മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ മൊത്തമായിട്ട് വന്ന് വീശ അടിക്കുകയായിരുന്നു. ഇത് പടപുഴകി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതാ ഒരുപാട് മരങ്ങളാണ് പൊട്ടിയിട്ട് വീണിട്ടുള്ളത്. അപ്പോൾ ട്രോമ കെയർ പ്രവർത്തകരാണ് വീട്ടിൻ്റെ അടുത്തേക്ക് വീണ മരങ്ങൾ വെട്ടിമാറ്റുന്നത്. ഒരുപാട് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. എത്ര മരം ഉണ്ട് എന്ന് കറക്റ്റായി അറിയില്ല, അത്രത്തോളം മരം. ഇന്ന് രാവിലെ നമ്മുടെ പഞ്ചായത്തിന്റെ വെട്ടുതോട് ഈ ചമ്പട്ടകോണി ഭാഗത്ത് വീശടിച്ച കാറ്റ് മൂലം വ്യാപകമായ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ഈ വീടുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള മുഴുവനായും അതിന്റെ കൂട്ടുകളടക്കം തകർന്ന നിലയിലാണുള്ളത്. ഇപ്പോൾ ആ പ്രദേശത്ത് രാവിലെ 9 മണിക്ക് വലിയൊരു കാറ്റ് വീശിയടിച്ചു എന്നെ ഫോൺ ചെയ്യണ്ടേ, ഞാൻ മലപ്പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ നല്ല മഴ വരുന്ന സമയമുണ്ട്. അപ്പോൾ അത് 2 മിനിറ്റ് മാത്രമേ നീണ്ടു നിൽക്കുന്ന അവിടുത്തെ ആളുകൾ പറഞ്ഞത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു കാറ്റാണ് ഇത് വളരെ നാശമാക്കി. ഒരു പാവപ്പെട്ട വീട് ഏകദേശം പൂർണ്ണമായിട്ടും തകർന്നു. വീട്ടിലുള്ള ചെറിയ കുട്ടിയടക്കം ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടതാണ്. അവരെ ഹോസ്പിറ്റലിലും ഈ വീട്ടുകാരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രദേശത്ത് 11-ാം വാർഡും 12-ാം വാർഡിന്റെ പ്രദേശമൊക്കെ മരങ്ങളും എല്ലാം കടപുഴകി ഇതിന്റെ ബാക്കിലുള്ള വീട് മെയിൻ സ്ലാബ് അടക്കം മഴയ്ക്ക് ചില കാറ്റുമായിട്ടും ഏറ്റവും വലിയ അപകടം ഉണ്ടായ ഏരിയ ആണിത്. അപ്പോൾ ഈ ഏരിയയിലെ മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്ന മനസ്സിലെ ട്രോമൊക്കെ പുറത്തുവന്ന് ഏകദേശം ഇവിടുന്ന് റെഡിയാക്കണം. ഈ വീടിന്റെ മേൽക്കൂര ഒക്കെ തകർന്നിട്ടുണ്ട് കേട്ടോ. പത്തോളം അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത മരം വെട്ടണേ ഏരിയയിലെ